കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ കണ്ടത് പർട്ടിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വേവ്സ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പർട്ടിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന കുറച്ച് ഫിനോമിനനാണ്. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അല്ലെങ്കിൽ വേവ് നേച്ചർ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പർട്ടിക്കൽ നേച്ചർ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫിനോമിനനാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, കോംപ്ടൺ സ്കാറ്ററിങ് എക്സെട്ര. ഈ വേവ് പർട്ടിക്കൽ ഡ്യുവാലിറ്റിയാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസ് എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഈ യൂണിറ്റിൽ അടുത്ത പോർഷനിൽ നമ്മൾ ചെയ്യുന്നത് വേവ് പ്രോപ്പർട്ടീസ് ഓഫ് പർട്ടിക്കിളിന് ഒരു വേവ് പ്രോപ്പർട്ടിയും കൂടി കാണിക്കുന്ന കുറച്ച് എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ തിയററ്റിക്കൽ ബേസും കൂടിയാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ വേവ് പർട്ടിക്കൽ തിയറി എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡി ബ്രോഗ്ലി വേവ്സ് ആണ്. നിങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുണ്ടാവും ഡി ബ്രോഗ്ലി വേവ്സ്. ഡി ബ്രോഗ്ലി പ്രപ്പോസ് ചെയ്തതാണ്. അദ്ദേഹത്തിന് 1929 ഈ ഹൈപ്പോത്തസിന് നോബൽ പ്രൈസ് കിട്ടിയാണ്. എക്സ്പെരിമെൻ്റൽ വെരിഫിക്കേഷന് ശേഷം അതിന് നോബൽ പ്രൈസ് കിട്ടിയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് ഇതായിരുന്നു: എ ഫോട്ടോൺ ഓഫ് ഫ്രീക്വൻസി ന്യൂ ഹാസ് എ മൊമെൻറ്റം പി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ബൈ സി. ന്യൂ ഫ്രീക്വൻസി ഉള്ളൊരു ഫോട്ടോണിൻ്റെ മൊമെൻറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെയാണ് വരുന്നത്? നമുക്ക് റിലേറ്റിവിസ്റ്റിക് എനർജി മൊമെൻ്റ് റിലേഷനാണ്. ഇ ഈസ് ഈക്വൽ ടു m0 സ്ക്വയർ c പവർ 4 പ്ലസ് പി സ്ക്വയർ സി സ്ക്വയർ. അപ്പോൾ ഫോട്ടോണ് റെസ്റ്റ് മാസ് ഇല്ല, സോ റെസ്റ്റ് മാസ് 0 ആണ്. സോ നമുക്ക് ഇ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ, ദാറ്റ് ഈസ് പി സി. ഓർ ഇ എന്താണ്? ക്വാണ്ടം ഓഫ് എനർജിയാണ്, എച്ച് ന്യൂ ആണ്. സോ വി ക്യാൻ റൈറ്റ് പി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ബൈ സി. അങ്ങനെ ഒരു മൊമെൻറ്റം ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വേവ് ലെങ്ത് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ന്യൂ ബൈ സി ഈസ് 1 by lambda. So this is h by lambda since we have c is equal to nu lambda. So we can define wavelength of photon in terms of its momentum. Wavelength of photon lambda is equal to h by p. Wavelength in terms of its momentum. So de Broglie suggested that this equation is completely general. This is not only applicable to photon. This can be generalized to any other particles. അതിൻ്റെ മൊമെൻറ്റം അറിയാമെങ്കിൽ ഏത് പാർട്ടിക്കിളിലും അത് അപ്ലൈ ചെയ്യാമെന്നാണ് ഡി ബ്രോഗ്ലിയുടെ അദ്ദേഹത്തിൻ്റെ PhD തീസിസിലെ ഒരു ഐഡിയ ആയിരുന്നു അത്. സോ അങ്ങനെ മൂവിങ് പാർട്ടിക്കിൾസിനും ഇതുപോലെ തന്നെ അതിന് മൊമെൻറ്റം ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിന് വേവ് ലെങ്ത് ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹം അതിനെ വിളിച്ച് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്നാണ് ഇപ്പോൾ അതിനെ വിളിക്കുന്നത്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് lambda is equal to h by mv, അല്ലെങ്കിൽ h by p. പിനെ നമുക്ക് മാസ് ഇൻറ്റു മൊമെൻറ്റം എം വിനെ റിലേറ്റിവിസ്റ്റിക് മാസ് സ്പീഡ് കൂടാണെങ്കിൽ നമുക്ക് റിലേറ്റിവിസ്റ്റിക് കറക്ഷനും കൂടെ കൊടുക്കണം. സോ റിലേറ്റിവിസ്റ്റിക് മാസ് എന്ന് പറഞ്ഞാൽ ഗാമ എം വി. ഗാമ ഈസ് ദ റിലേറ്റിവിസ്റ്റിക് ഫാക്ടർ 1 by square root of 1 minus v square by c square. So de Broglie wavelength lambda can be written as h by p. P is mv or relativistically gamma mv. ഇതാണ് ഡി ബ്രോഗ്ലിയുടെ പ്രൊപ്പോസൽ. അതായത് ഈ ഫോട്ടോണിൻ്റെ കേസിൽ നമ്മൾ ലാംഡ മൊമെൻറ്റം ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്ത പോലെ ഏത് മൂവിങ് പാർട്ടിക്കിളിനും ഇത് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന എം മാസുള്ള റെസ്റ്റ് മാസുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് എച്ച് ബൈ ഗാമ എം വി ആണ്. ഇനി ഈ ബിഹേവിയർ നമുക്കറിയാം. ഈ വേവ് പർട്ടിക്കൽ രണ്ട് നേച്ചറും ഉണ്ടെങ്കിലും രണ്ട് നേച്ചറും കൂടെ ഒരുമിച്ച് കാണിക്കില്ല. വേവ് നേച്ചർ നേരത്തെ നമ്മൾ കണ്ട എക്സ്പെരിമെൻ്റൽ ഐഡിയകളാണെങ്കിലും പർട്ടിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന വേവ് പർട്ടിക്കൽ ബിഹേവിയർ കാണിക്കുന്ന വേവ് കാണിക്കുന്ന അത്തരം എക്സ്പെരിമെൻറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നേരെ തിരിച്ചാണെങ്കിലും ഇത് രണ്ട് ബിഹേവിയറും കൂടെ ഡുവൽ നേച്ചർ ഉണ്ടെങ്കിലും രണ്ടും കൂടെ ഒരുമിച്ച് കാണിക്കുന്നില്ല. അപ്പോൾ ഏത് നേച്ചറാണ് കാണിക്കുക എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ വേവ് ലെങ്ത്തും അല്ലെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ ഡയമെൻഷനുമാണ്. അപ്പോൾ അതിന് ഏറ്റവും ക്ലിയർ ആയിട്ട് മനസ്സിലാവാനായിട്ട് ഒരു എക്സാമ്പിൾ ഈ ബുക്കിൽ ചെയ്തിട്ടുണ്ട്. 2 എക്സാമ്പിളാണ്. ഒന്ന് ഫസ്റ്റ് എക്സാമ്പിൾ, ഫൈൻഡ് ദി ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് എ 46 ഓർഡിനറി ഗോൾഫ് ബോൾ. 46 ഗ്രാം മാസ് വരുന്ന വെലോസിറ്റി നോർമൽ സ്പീഡ് 30 m/s നമ്മളൊരു ബോൾ എറിയുന്ന ഒരു എക്സാമ്പിൾ. അതാണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത് ഒരു ഇലക്ട്രോൺ ആണ് എടുത്തിരിക്കുന്നത്. മാസ് വളരെ കുറവാണ്, അതിൻ്റെ വെലോസിറ്റി കൂടുതലാണ്, 10⁻7 m/s ആണ്. ഈ രണ്ട് കേസിലും ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന നമുക്ക് ഇതിൻ്റെ മൊമെൻറ്റം വർക്കൗട്ട് ചെയ്യാൻ വെലോസിറ്റിയും മാസും തന്നിട്ടുണ്ട് രണ്ട് കേസിലും. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാണാം. അപ്പോൾ ഈ കേസിൽ ഫസ്റ്റ് കേസിൽ നമുക്ക് ഗോൾഫ് ബോളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ ഗാമ എം വി.
ഗാമ റിലേറ്റിവിസ്റ്റിക് ഫാക്ടറാണ്. ഇവിടെ വെലോസിറ്റി വളരെ കുറവാണ്. റിലേറ്റീവ് വളരെ കുറവാണെങ്കിൽ 1/√(1 - v²/c²) നമുക്ക് 1 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. അപ്പോൾ റിലേറ്റിവിസ്റ്റിക് സ്പീഡിൽ പോകുമ്പോൾ മാത്രമാണ് ഗാമയുടെ കറക്ഷൻ ആവശ്യമുള്ളൂ. അതർവൈസ് ഗാമ = 1 എന്ന് എടുക്കാം. അപ്പോൾ h/mv ആണ് അതിൻ്റെ മൊമെൻറ്റം. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡും മാസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഗെറ്റ് 4.8 × 10⁻³ മീറ്റർ. -34. ഈ ബോളിൻ്റെ സൈസ് എത്ര വരും? ഏകദേശം ഒരു 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്റർ വരും. ഇവിടെ നോക്കുക 10⁻³ മീറ്ററാണ് അതിൻ്റെ വേവിൻ്റെ ബിഹേവിയർ. അപ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ആ ബോളിൻ്റെ ഡയമെൻഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചെറുതാണ് അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് വേവ് നേച്ചർ കാണിക്കാൻ പോകുന്നില്ല. അതിൻ്റെ പർട്ടിക്കുലർ നേച്ചറാണ്, അല്ലെങ്കിൽ ബോളിനെ നമ്മൾ ബോളായിട്ട് തന്നെയാണ് കാണുന്നത്. അതിന് അസോസിയേറ്റ് ചെയ്തിട്ട് വേവ് ഉണ്ട്, പക്ഷേ അതിന് ഡോമിനേറ്റ് ചെയ്യുന്നത് പർട്ടിക്കുലർ ബിഹേവിയർ ആണ്. ബിക്കോസ് ഇറ്റ്സ് ഡയമെൻഷൻ, ദി വേവ് ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ഈസ് മച്ച് സ്മോളർ ദാൻ കമ്പയർഡ് വിത്ത് ദി ഡയമെൻഷൻ ഓഫ് ദി ബോൾ ഇറ്റ് സെൽഫ്. രണ്ടാമത്തെ എക്സാമ്പിളിൽ അവിടെയും നമുക്ക് 10⁻7 ആണ് അതിൻ്റെ വെലോസിറ്റി തന്നിരിക്കുന്നത്. എന്നാലും 10⁻8 m/s ആണ് ലൈറ്റിൻ്റെ വെലോസിറ്റി. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 10⁻7 വളരെ കുറവാണ്. അവിടെയും നമുക്ക് ഗാമേനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഗാമ എടുക്കേണ്ട കാര്യമില്ല, ഗാമ = 1 എന്ന് തന്നെ എടുക്കാം. ഇനി മാസ്, ഇലക്ട്രോണിൻ്റെ മാസ് 9.1 × 10⁻³ kg. അപ്പോൾ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 7.3 × 10⁻11 മീറ്റർ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ ഡയമെൻഷനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ഇത് ആറ്റത്തിൻ്റെ നമ്മളിനി കാണുമ്പോൾ ആറ്റത്തിൻ്റെ ഡയമെൻഷൻ നോക്കുമ്പോൾ ആറ്റത്തിൻ്റെ ഡയമെൻഷനായിട്ട്, ഹൈഡ്രജൻ്റെ ആറ്റത്തിൻ്റെ ഡയമെൻഷനായിട്ട് കമ്പയറബിൾ ആണിത്. 10⁻11 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇതുമായിട്ട് കമ്പയറബിൾ ആണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ റേഡിയസ് വരുന്നത് 5.3 × 10⁻11 മീറ്ററാണ്. അപ്പോൾ അത് ആ ആറ്റമായിട്ട് കമ്പയറബിൾ ആണ്. ആറ്റത്തിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺ കാണിക്കുന്നത് എന്തായിരിക്കും? അതിൻ്റെ ഡോമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ വേവ് നേച്ചറായിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺ നമ്മൾ പലപ്പോഴും ക്ലാസിക്കലി ഒരു പർട്ടിക്കുലറായിട്ട് ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലറൊക്കെ ആയിട്ടാണ് നമ്മൾ വരയ്ക്കാറ്. പക്ഷേ ആറ്റോമിക് സ്കെയിലിൽ വരുമ്പോൾ അതിൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അതുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ആറ്റത്തിനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഇനി കാണും വേവ് നേച്ചർ ഉപയോഗിച്ചിട്ടാണ് ആറ്റത്തിനെയും അതിൻ്റെ പല പ്രോപ്പർട്ടീസും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ പർട്ടിക്കുലറും ഡ്യുവൽ നേച്ചർ ഉണ്ടെങ്കിലും, ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് അനുസരിച്ച് എല്ലാ പർട്ടിക്കുലറും ഡ്യുവൽ നേച്ചർ ഉണ്ടെങ്കിലും അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വേവ് ഉണ്ടെങ്കിലും ഏത് നേച്ചർ കാണിക്കുന്നുള്ളത് തീരുമാനിക്കുന്നത് അതിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ ഡയമെൻഷനും അതിൻ്റെ ഫിസിക്കൽ ഡയമെൻഷനുമാണ്. ഈ ആദ്യത്തെ കേസിൽ, ബോളിൻ്റെ കേസിൽ ഡയമെൻഷൻ വളരെ കൂടുതലാണ്, അതിൻ്റെ ഫിസിക്കൽ ഡയമെൻഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്കതിനെ ബോളായിട്ട് കാണുന്നു. രണ്ടാമത്തെ കേസിൽ അത് ആറ്റമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള ഡയമെൻഷനാണ് ഇലക്ട്രോണിൻ്റെ കേസിൽ വേവ് ലെങ്ത്. അപ്പോൾ ആറ്റത്തിൻ്റെ ഉള്ളിൽ കാണുന്ന ബിഹേവിയറിലൊക്കെ ഇലക്ട്രോൺ വേവ് ആയിട്ടായിരിക്കും കാണുന്നത്.